തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള കരമന ചന്തയിലെ വഴിയോര കച്ചവടം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നു. ദേശീയപാതയോട് ചേർന്ന് കച്ചവടം പൊടിപൊടിക്കുമ്പോൾ യാത്രാ ദുരിതത്തിലാകുന്നത് സഞ്ചാരികളാണ്. പലതവണ പരാതി നൽകിയിട്ടും നഗരസഭ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കരമന തമ്പാനൂർ ദേശീയപാതയിൽ യാത്രാക്കുരുക്ക് രൂക്ഷമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള കരമന ചന്തയിലെ കച്ചവടക്കാർ റോഡിലേക്ക് ഇറങ്ങി വ്യാപാരം തുടങ്ങിയതോടെയാണ് യാത്രാക്കുരുക്ക് രൂക്ഷമായത്. വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെ തുടർന്ന് വ്യാപാരികൾ റോഡിലേക്ക് ഇറങ്ങി കച്ചവടം തുടങ്ങിയതോടെയാണ് വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കിന് വഴിയൊരുങ്ങുന്നത്. 8 മാസത്തിൽ കൂടുതലായി കട പൊളിച്ചിട്ടിട്ട് ഒരു കാര്യം ഇതുവരെ നടന്നില്ല. കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. പച്ചക്കറികൾ വാങ്ങിക്കാൻ ആരും വരണില്ല. എല്ലാം വെയിലത്ത് കിടന്ന് കരിയാണ്. ബാത്റൂമിലാണെങ്കിൽ പകുതി കെട്ടിയിട്ടിട്ട് പോയി ഇരിക്കണ്. ബാത്റൂമിൽ പോവാനും അത് മൂത്രം ഒഴിക്കാനും എല്ലാത്തിനും അവർ അടപ്പില്ലാത്തതുകൊണ്ട് വലിയ പറയാണ്. ഒരുപാട് പേര് ചർക്കി അടിച്ചിട്ട് വീഴുന്ന തല പൊട്ടി അവരൊക്കെ പോയി. എല്ലാ കച്ചവടക്കാർ വെളിയിൽ നിന്ന് അങ്ങനെ ചെയ്യുകയാണ്. നമ്മൾ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്, കറണ്ടുമില്ല. നഗരസഭയുടെ മുന്നിൽ വിഷയം പലതവണ അവതരിപ്പിച്ചിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് സ്ഥലം കൗൺസിലർ. ഇലക്ട്രിസിറ്റിയുടെ വർക്ക് നടക്കാത്തത് കൊണ്ട് ഇവർക്ക് കയറിയിരിക്കാൻ പറ്റില്ല. രാവിലെ 6 മണി എന്നാൽ രാത്രി 10 മണി വരെ മാർക്കറ്റ് ഉള്ളതാണ്. ഇപ്പോൾ പകുതി ഇവിടെയും പകുതി അവിടെയായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരും നിർബന്ധപൂർവ്വം അവർ വെളിയിലിരിക്കുകയാണ്. ഇപ്പോൾ ബസ്സിന് പോകാനായിട്ട് ഒരു ബസ് പോകേണ്ട സ്ഥലമാണ് ഇവിടെ ഉള്ളത്. എത്ര ബിസി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതെല്ലാം മേയറോട് കഴിഞ്ഞ ഒരു ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോൾ മേയറോട് പറഞ്ഞു ഇത് ചെയ്യാമെന്ന് പറയണതല്ല, ചെയ്യുന്നില്ല. ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചതോടെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണ്. ആരെങ്കിലും 100 രൂപ സാധാരണപ്പെട്ട ഒരു 100 രൂപ മീൻ വാങ്ങിക്കാൻ വന്നാൽ പോലീസ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വന്ന് പെറ്റിയടിക്കും. അവർ നേരെ എടുത്തുകൊണ്ട് അപ്പുറത്ത് പോകും, അല്ലെങ്കിൽ അവർ വരില്ല. കച്ചവടം വെളിയിലാക്കിയതിൽ ഞങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനും സാധനം വാങ്ങിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടപ്പെടുകയാണ്. ഇത്രയും കെട്ടിയിട്ടിട്ട് അത് പലപരത്തായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എന്തിനാണ്? ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സൗകര്യവും ഇതിനകത്തില്ല. ഈ ബിസിനസ് വെളിയിരിക്കുന്നതുകൊണ്ട് വരണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വണ്ടി വയ്ക്കാൻ സൗകര്യമില്ല, പോലീസുകാരുടെ ശല്യമുണ്ട്. അതേസമയം മാർക്കറ്റിലെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം തീർത്ത് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത സമരമുറകളിലേക്ക് പോകേണ്ടി വരുമെന്നും കച്ചവടക്കാർ. വെയിലായിരുന്നാലും മഴയായിരുന്നാലും ഞങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ഇവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല, കറണ്ടില്ല, ബാത്റൂം ഇല്ല. ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കടയ്ക്കകത്ത് മാറ്റാനുള്ള ഇത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ ഈ റോട്ടിൽ സമരം ഇരിക്കും. ഞങ്ങൾ 100 രൂപയാണ് കടക്കാശ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു നീതിയും കിട്ടുന്നില്ല. ഞങ്ങളിവിടെ വെയിലിരുന്ന് കഷ്ടപ്പെടുകയാണ്. ഞങ്ങളെ എന്താണ് യാതൊരു തിരിഞ്ഞു നോക്കാൻ ഇവിടെ ആരുമില്ല. പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവർ. ക്യാമറാമാൻ ബിജുവിനോടൊപ്പം ആകാശ്, ജനം, തിരുവനന്തപുരം.